അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന് കേട്ടിട്ടില്ലേ? ഇതിന് പിന്നിൽ ഒരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. അതായത് പല സാഹചര്യങ്ങളിലും നമുക്ക് മറ്റൊരാളോടുള്ള ദേഷ്യവും ഫ്രസ്ട്രേഷനും നമുക്ക് ആ വ്യക്തികളോട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാറില്ല. സോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിനോട്, അതായത് ഒരു വ്യക്തികളോടോ ഒബ്ജക്റ്റിനോടോ നമ്മളുടെ ആ ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാം തന്നെ പ്രകടിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഓഫീസിൽ നമ്മളുടെ ബോസ് നമ്മളെ വഴക്ക് പറഞ്ഞാൽ നമുക്കൊരിക്കലും അവരോട് നമ്മുടെ ദേഷ്യവും ഫ്രസ്ട്രേഷനും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റാറില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മയോടും ഭാര്യയോടും മക്കളോടെല്ലാം ആ ദേഷ്യവും നമ്മളുടെ ആ ഇമോഷൻസ് മൊത്തം പ്രകടിപ്പിക്കും. ഇത് നമ്മുടെ മൈൻഡ് തെരഞ്ഞെടുക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഇതിനെ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത്. ഇത് അൺകോൺഷ്യസ്ലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇവിടെ ഇമോഷൻസ് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് യഥാർത്ഥ വ്യക്തികളോട് നമുക്ക് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കാറില്ല. സോ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ വീക്ക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനോട്, അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള നമുക്ക് ഓക്കെ ആവുന്ന ഒരു പേഴ്സണോട് നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം മാത്രമാണിത്.